അപ്പോൾ ഗായ്സ് ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് എവിടേക്കാണെന്നറിയോ, എൻ്റെ ഐപാഡിൻ്റെ ഗ്ലാസ് ഇടണം, പിന്നെ അതുപോലെ തന്നെ ക്രീക്കിലേക്ക് പോകണം, ഗ്ലോബൽ വില്ലേജിലേക്കോ അല്ലെങ്കിൽ മിറാക്കിൾ ഗാർഡനിലേക്കോ പോകണം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഏരിയകൾ മൊത്തം സെർച്ച് ചെയ്യാം, മൊത്തം എന്തൊക്കെ എങ്ങനെ പോകേണ്ടതെന്ന്. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലാണ്. മെട്രോൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് എത്തിസരാത്ത് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലാണ്, തോന്നുന്ന ദൂരെയാണ്. പിന്നെ ഇവിടുത്തെ മെട്രോ കാണണ്ടേ, ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ ഫുള്ള് AC ആണ്. നമ്മളെ നാട്ടിലത്തെ ബസ് സ്റ്റോപ്പ് അങ്ങനെ ചപ്പും ചാവറും മെട്രോ പോകുന്നത്, അതിന് നേരെ വലിയൊരു വിമാനം പോകുന്നു. ഇത് ഇവിടുത്തെ സ്റ്റേഡിയമാണ്, കണ്ടില്ലോ, ഒരു സ്റ്റേഡിയം, രണ്ടാമത്തെ സ്റ്റേഡിയം, അപ്പുറത്തൊരു വേറെ സ്റ്റേഡിയം ഉണ്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇതാക്കണം, വലിയൊരു ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇതിന് ഈ സ്റ്റേഷൻ്റെ ഇതാണ് മെട്രോ സ്റ്റേഷൻ. ഈ മെട്രോ സ്റ്റേഷന് എല്ലാ മെട്രോ സ്റ്റേഷനും ഈ രൂപത്തിലാണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല ഞാൻ ഇതുവരെയായിട്ട്. ഇവിടുത്തെ ലുലു ഹൈപ്പർ, നമ്മുടെ നാട്ടിലാണ് ലുലു മാൾ, ഇവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റാണ്, ലുലു ഷോപ്പിംഗ് മാൾ. ഇതിൻ്റെ ഉള്ളിൽ ഇതുവരെയായിട്ട് കയറിയിട്ടില്ല, എവിടെയും ഷോപ്പിംഗ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഒരു ദിവസം ഇതിനുള്ളിലേക്ക് കയറി കാണിച്ചു തരും. ഇനി 3-ാം തീയതി ഇവിടുന്ന് പോകണം. കുറച്ച് അപ്രൂവലൊക്കെ എടുക്കാണ്ട് എനിക്ക് അവർ എമിറേറ്റ്സ് അത് പോകുന്നു. നമുക്ക് മെട്രോക്ക് കയറി വയ്ക്കാലോ. മെട്രോൻ്റെ കാർഡ് ഇതുവരെയായിട്ട് ആരും കണ്ടില്ലല്ലോ. അപ്പം ഇതാണ് മെട്രോൻ്റെ കാർഡ്. ഈ മെട്രോൻ്റെ കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇത് റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്യേണ്ട രൂപം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഒരു ചെറിയ മെഷീനിലിടുക, എന്നിട്ട് ടോപ്പ് അപ്പ് നിൽക്കുക. ടോപ്പ് അപ്പ് നിൽക്കി കഴിഞ്ഞാൽ 5 ദിറംസ് മുതൽ 200-500 ദിറംസ് വരെ നമുക്ക് ഇടാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ബസ്. ഈ ബസ് 2 ബസ്സാണ്, ഡബിൾ ഡെക്കർ. ഇതിനപ്പോൾ എല്ലാവരും ഇറങ്ങി വരുന്നതാണ്. ഇനി എല്ലാവരും മെട്രോയിലേക്ക് കയറി പോകുന്നതാണ്. ചെറിയൊരു ടാക്സി കണ്ടില്ല അവിടെ, അതിന് മീറ്ററിനാണ് നല്ല പൈസ. അതിലൊരിക്കലും കയറരുത്, പൈസ നല്ലോണം പോവും. ബസ്സിന് കയറിക്കോളും, മെട്രോക്ക് കയറിക്കോളും. ഓരോ 5 മിനിറ്റിൽ അല്ലെങ്കിൽ 4 മിനിറ്റിൽ നമുക്ക് മെട്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടാവും, അതിലൊക്കെ വേണമെങ്കിൽ കയറാം. ഇത് സ്റ്റേഡിയം മെട്രോ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. കണ്ടില്ല ബസ് വരുന്നത്, ബസ്സിൻ്റെ അവിടെ നെയിം എഴുതിച്ചിട്ടുണ്ടാവും. ഇത് സ്റ്റേഡിയമാണ്, സ്റ്റേഡിയത്തേക്കുള്ള. പിന്നെ ഓരോ F24 ആണ് ഈ ബസ്. ഓരോന്ന് ഒക്കെ ഓർത്ത് വെക്കുക. അത് ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂൾ ബസ്, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഇതാണ്, കാറാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. പക്ഷേ എനിക്ക് മിസ് ചെയ്തിൻ്റെ കൈ പൊട്ടിയതുകൊണ്ട് എനിക്ക് 2 ആഴ്ച അവിടെ നഷ്ടപ്പെട്ട്. സോ ഞാനത് മേക്കപ്പ് ചെയ്തെടുക്കും. എനിക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനിയും ഒരു പ്രാവശ്യം കൂടി വരും. ഇതാണ് മെട്രോ സ്റ്റേഷൻ. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. ഇനി ഇങ്ങനെ പോകണം. നമുക്ക് ഷറഫ് DJ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. ഇത് ഗ്രീൻ ലൈനാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ, ഇവിടെ ഇത് ഗ്രീൻ ലൈനാണ്. ഇത് ഗ്രീൻ ലൈൻ മെട്രോ സ്റ്റേഷനാണ്. ഇനി എനിക്ക് റെഡ് ലൈനിലേക്ക് കയറണം. യൂണിയൻ മെട്രോ സ്റ്റേഷനിലേക്ക് കയറിയിട്ട് അവിടുന്ന് വേണം എനിക്ക് ഷറഫ് DJയിലേക്ക് പോകാൻ. UAE വൈഫൈ വേണമെങ്കിൽ യൂസ് ചെയ്യുക. 60 മിനിറ്റ് മെട്രോയിൽ. പുതിയ കാർഡ് എടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഇതുണ്ടാവും, ടിക്കറ്റ് ഓഫീസ്. അവിടെ പുതിയ കാർഡ് എടുക്കുക. ഗോൾഡ് കിട്ടി കഴിഞ്ഞാൽ മെട്രോൻ്റെ മുന്നിൽ പോയിരിക്കുക. സാധാ സിൽവർ ആണെങ്കിൽ എല്ലായിടത്തും പോയിരിക്കുക. ലേഡീസിന് സെപ്പറേറ്റ് മെട്രോ ഇതാണുള്ളത്, ഒരു പാർട്ടാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഫ്രൂട്ട്സും വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ ഒരു ചെറിയൊരു മെട്രോ ടിക്കറ്റ്സിൻ്റെ ഓഫീസുണ്ട്. ഇവിടെ നമുക്ക് ഇടാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇത് ക്ലോസ്ഡ് ആണ്. ഇപ്പം വേണമെങ്കിൽ ഇടാം. ഇല്ല, ഓരോരുത്തർ. അപ്പോൾ അങ്ങനെ കാർഡ് ഇവിടെ കാർഡ് വെക്കുക. ദെൻ കാർഡ് ടോപ്പപ്പ് നിൽക്കുക, 10 ദിറംസ് നിൽക്കുക. ദെൻ ഇവിടെ പൈസ ഇട്ട് കൊടുക്കുക, നേരെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇനി ആ കാർഡ് റിമൂവ് ചെയ്യരുത്. ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് കാണിച്ചു തരും. 16 ദിറംസ് കയറിയിട്ടുണ്ട്. ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ. ഇനി കാർഡ് എടുക്കുക. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നേരെ മെട്രോയിലേക്ക് കയറാം. മെട്രോയിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്വൈപ്പ് ചെയ്യാണ്ട്. സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക. 16 ദിറംസ് കണ്ടു. ഇവിടുന്ന് പോവാം. ഇനി നമുക്ക്
എനിക്കിന്ന് ഫുള്ള് ഗ്രീനിലേക്കാണ് പോകേണ്ടത്. ഇവിടെ യൂണിയനിൽ ഇറങ്ങി കഴിഞ്ഞാൽ റെഡ് മെട്രോ സ്റ്റേഷനിലേക്ക് എക്സ്പോയിലേക്ക് പോകണമെങ്കിൽ യൂണിയനിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാം. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാലും എക്സ്പോയിലേക്ക് കയറാം. ഇവിടെ രണ്ടാണ് റെഡ് കളറുള്ളത്, ബാക്കി ഫുള്ള് ഗ്രീൻ ലൈനാണ്. പിന്നെ ഇനി അങ്ങോട്ട് പോകാനുള്ളത് സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് എത്തിസലാത്തിലേക്ക് നേരെ പോകാനുള്ളത്. ഇതാണ് ലാസ്റ്റ് മെട്രോ, ഇതും ലാസ്റ്റ് മെട്രോ. അങ്ങനെ എനിക്ക് ഇന്ന് പോകാനുള്ളത് ഇവിടെ നിന്ന് 15 മുതൽ ഇതാക്കണേ ഇവിടെ ഷറഫ് DJ 25ലേക്ക് പോകണം. 25 നേരെ എന്ത് ചെയ്യുക, ക്രീക്കിലേക്കും പോകണം. ക്രീക്കിലേക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതാക്കണേ ഇവിടെ കീന്ന് കൊടുത്തിട്ടുണ്ട്, യു ആർ ഹിയർ, ഇവിടെയാണ് നമ്മളുള്ളത്. പിന്നെ സ്റ്റേഷൻ 14 ഇൻ്റർചേഞ്ച് സ്റ്റേഷനാണിത്. സ്റ്റേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണിത്, ഇങ്ങനെ കാണുന്നത്. സോ നമുക്ക് ഇന്ന് പോയി നോക്കിയാലോ. പ്ലാറ്റ്ഫോം നമ്പർ നമുക്ക് 2ലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആ സൈഡിലേക്ക് ഇതുണ്ടോ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഫുട്ബോൾ സ്റ്റേഡിയമാണിത്. ഇങ്ങനെ മേലെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബസ് സ്റ്റോപ്പ് കൊടുന്ന് കാണാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും. നല്ല വൃത്തി, നല്ല ഒരു ഏരിയ കേട്ടോ. ഒത്തിരി നല്ല തിരക്കുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടിക്ക് കയറി പിക്കോളാം. ലാസ്റ്റിൽ നമുക്ക് പോയേക്കാം. അവിടെയാണ് വുമൻസിന് മാത്രമുള്ളത്. ഇതുണ്ടല്ലോ ഫുള്ള് ഗ്രീൻ ലൈൻ, യൂണിയൻ മാത്രം റെഡ് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ലാസ്റ്റ് സ്റ്റേഷന് ക്രീക്ക് ഉണ്ടല്ലോ, ഗോൾഡ് ക്ലാസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എങ്ങനെ കയറേണ്ട രീതികളൊക്കെ എഴുതിച്ചിട്ടുണ്ട്, അതുപോലെ എല്ലാവരും കയറാം. ഇവിടെ വേറെ സാധനം എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ കാണിച്ചു തരാം. അറബി എല്ലാവർക്കും തിരണമെന്നില്ലല്ലോ. ഇത് വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഓൺലി ആണ്. അതല്ലാത്ത ആർക്ക് കയറി കഴിഞ്ഞാൽ, മനുഷ്യന്മാർ ആണുങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ 100 ദിറംസ് ഫൈനാണ്. മാസ്ക് മാൻഡേറ്ററി ആണ് കേട്ടോ. പിന്നെ ഇത് ഫുള്ള്, ഈ ഒരു ഭാഗം ഫുള്ള് വുമൻസിനുള്ളതാണ്. പിന്നെ വീൽ ചെയർ സ്പെഷ്യൽ സ്പേസ് ഉണ്ട്, വീൽ ചെയറിന് സ്പെഷ്യൽ സ്പേസ് ഉണ്ട് കേട്ടോ. എന്നാൽ ഇവിടെ നമുക്ക് സ്റ്റേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞ് നേരെ ഇങ്ങനെ പോവാം. ഇവിടെയാണ് ഇതുള്ളത്, യൂണിയൻ സ്റ്റേഷനുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ അതവിടെ യൂണിയൻ സ്റ്റേഷന്, ഇവിടെ ബർജുമാന്, അങ്ങനെ നേരെ പോവുക. അവിടെ ബുർജ് ഖലീഫ, ഓരോ സ്ഥലങ്ങൾ. ലാസ്റ്റ് ഇവിടെ എക്സ്പോ 2020, ഇവിടെ UAE എക്സ്ചേഞ്ച്, നല്ല അടിപൊളിയാവേ. ഇവിടെ ക്രീക്ക്. എനിക്കിന്ന് ഇങ്ങോട്ടാണ് പോകാനുള്ളത്, ഈ ഭാഗത്തേക്ക്. നേരെ ഇങ്ങനെ ഗോൾഡ് സൂക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഞാനിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് ഇവിടെയാണ് ഇറങ്ങാൻ പോകുന്നത്. ഞാനിപ്പം എൻ്റെ സ്ഥലം ഇവിടുന്നും കുറച്ച് അങ്ങോട്ടാണ്. ഇവിടുന്ന് നേരെ ഇങ്ങനെ കയറിയാൽ മതി എനിക്ക്. പക്ഷേ ഞാനിവിടെ സ്റ്റേഡിയത്തിലാണ് ഇറങ്ങിയത്. വീഡിയോ എടുക്കാൻ കഴിയാത്തതിൽ ക്ഷമിക്കണം, കാരണം മെട്രോ ഇളകുകയാണ്. നമുക്ക് പരിമിതി ഉണ്ട് ഒരു വീഡിയോ എടുക്കുന്നതിൽ. യൂണിയൻ സ്റ്റേഷനിലെത്തിയപ്പോൾ ഫുൾ കാലിയായി ആൾക്കാർ. ഇനിയിപ്പോൾ ഫുൾ ഫില്ല് ചെയ്യുന്ന ഫുൾ ആൾക്കാർ കാലിയായിന്. യൂണിയൻ സ്റ്റേഷനാണ്. ഇവിടുത്തെ സീറ്റിൽ പ്രയോറിറ്റി ഉണ്ട്. വയസ്സായ ആൾക്കാർക്കും ഗർഭിണികൾക്കും പ്രയോറിറ്റി കൂടുതലാണ്. അപ്പോൾ ഇനി ഇത് നേരെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുക. 5 ദിറംസ് പോയി, ഇനി 11 ദിറംസ് ഉണ്ടായില്ല, കഴിഞ്ഞു. ഇനി ടോയ്ലറ്റിലേക്ക് പോകണം, മൂത്രയ്ക്കാൻ മുട്ടിയിട്ട് ചെയ്യുക. ഇവിടെയൊക്കെ ടിക്കറ്റ് കൗണ്ടറാണ്. എക്സിറ്റ് ആ ഭാഗത്തൊക്കെ ഉണ്ട്. ആ ഭാഗത്തേക്ക് എക്സിറ്റ് 4, ഭാഗത്തേക്ക് എക്സിറ്റ് 1 ആണ്. ഈ ഒരു മെട്രോ സ്റ്റേഷൻ പാതാളത്തിലാണ്, അടിയിലാണ്. മേലെ കയറി വരാണ്ട്. ഇനിയും മേലേക്ക് കയറി വേണമെങ്കിൽ പോവാം അടുത്ത ഫ്ലോറിലേക്ക്. ഇവിടുന്ന് ഞാൻ ടോയ്ലറ്റ് നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ എനിക്ക് വേണം മൊബൈൽ കടയിലേക്ക് പോകാൻ. ഇവിടെയാണ് ആദായത്തിൽ നല്ല വില കുറവിൽ മൊബൈൽസ് കിട്ടുന്ന ഏരിയാസ്, മീന ബസാർ.
ഒന്നത് കൊട്ടാരമൊന്നല്ല, കണ്ടില്ലേ? നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റാണിത്. കാണുമ്പോൾ ഒരു കൊട്ടാരം മാതിരി ഉണ്ട്, ഒരു പാലസ് മാതിരി അല്ലേ? ഇവിടെ ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നേരെ നെസ്റ്റോക്കാണ്. നെസ്റ്റോൻ്റെ മുന്നിലെത്തി. ആ നെസ്റ്റോൻ്റെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മീന ബസാറാണ്. ഇവിടെയാണ് ഫുൾ എന്താ പറയുക മൊബൈലിൻ്റെ ഓഫറുകളുള്ള സ്ഥലം. ഈ സ്ട്രീറ്റ് മൊത്തം അങ്ങോട്ട് ഫുൾ ഓഫേഴ്സാണ്. അപ്പം ഇനി ഐപാഡിൻ്റെ ചെറിയ കവർ ഇവിടുന്ന് ഇടണം. പോണ സാധനം കണ്ടില്ലേ? അതിന് എത്ര രൂപ അറിയോ? 1100 ദിർഹംസാണ്. ഇലക്ട്രിക് സാധനമാണ്. ഒരു 30 കിലോമീറ്റർ മിനിമം പോകും ഒരൊറ്റ ചാർജിങ്ങിൽ. സിറ്റിയിൽ നിന്ന് വാങ്ങിയ സ്ഥലത്തുനിന്ന് തന്നെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്നു. നമ്മൾ വേറെന്താ? ബിലാൽ. എവിടെ? നാടെവിടെ? തലശ്ശേരി. ഓക്കെ, തലശ്ശേരിക്കാരനാണ് എൻ്റെ ഇത് ഒട്ടിക്കുന്നത്. ായിരുന്നു ഐപാഡ് വാങ്ങിയിരുന്നു. അന്ന് നല്ല തിരക്കായിരുന്നു. ആ തിരക്കിൽ ഞാൻ ഒട്ടിക്കാൻ മറന്നുപോയി. അപ്പം പിന്നെ ഇവിടെ തന്നെ വന്ന് ഇവിടെ നല്ല വില കുറവാണ്. ഇപ്പം ഞാൻ വേറെ സ്ഥലത്ത് പോയി ചോദിച്ചോക്കിയപ്പോൾ 34 ദിർഹംസ്, ഇവിടെ 20 ദിർഹംസ്. അപ്പോൾ നല്ല വില കുറവുണ്ട്. അപ്പം ഇവിടുന്ന് മാക്സിമം എല്ലാവരും വാങ്ങുക. കണ്ടില്ലേ? ഐഫോണിൻ്റെ ഒരു ചാകരകൾ ഫുൾ ഐഫോണാണ്. പല ടൈപ്പ്, പല രീതിയിൽ, പല വേഷത്തിൽ സാധനങ്ങൾ. ഇതിൻ്റെ ഈ ഒരു കടൻ്റെ ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിലെല്ലാം ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഇടാം കേട്ടോ. എനിക്കൊരു സബ്സ്ക്രൈബറിനെ കിട്ടി എനിക്ക് ഇവിടുന്ന്. മാഷാ അല്ലാഹ്, ഒട്ടിച്ച ആളെന്നെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തു. ആള് വലിയ നാണക്കാരനാണ്, വലിയ നാണക്കാരനാണ്, തലശ്ശേരിക്കാരൻ. സാരല്ല, ഇങ്ങോട്ട് നോക്കി. ആ കണ്ടില്ലേ? വല്ല മുഞ്ചത്തികളുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അല്ലേ? മെട്രോ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു ചെറിയ ബ്ലോഗർ പരിചയപ്പെട്ട്. ഇത് ഫ്രാൻസിൽ നിന്നാണ്. വാട്ട്സ് യുവർ നെയിം? ഓക്കെ, ബൽസസ OZ. ഓൺ. ആ, അതാണ് യൂട്യൂബ് ചാനൽ നെയിം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു ക്യാമറ കണ്ടുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നൈസ്, ലുക്ക് നൈസ്, അടിപൊളി. ദിസ് മൈ ചാനൽ. Can you support us? Hi, please subscribe to him. He's really great. He's doing great video. He's just starting, but he needs more subscribers. So please subscribe to him. Okay. Yadi subscribe cheyato. Thank you so much for Thank you. Okay. Bye. Bye. മെട്രോൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണിത്. ഇതാണ് മെട്രോ സ്റ്റേഷനാണിത്. അവിടുന്ന് നേരെ ഇങ്ങോട്ട് കയറി ഇവിടെ ഇരുന്നു. 20 ദിർഹംസിൻ്റെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോട്ടോസും വല്ല ആൾക്കാരെ മുഖമൊന്നും എടുക്കാൻ പാടില്ല, അതാണ് വലിയ എടുങ്ങാറ്. പിന്നെ ഇങ്ങനെ കുറച്ച് ഇതാക്കണി. ഈ ഒരു കടൻ്റെ പേരാണ്. ഫുഡ് വാങ്ങിച്ചു. 20 ദിർഹംസിൻ്റെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. വേറെ എന്തൊക്കെയുള്ള വാങ്ങിക്കുകയാണെങ്കിൽ ഇനി വെള്ളത്തിനൊക്കെ എത്ര റുപ്യാവും എന്നറിയില്ല, നോക്കാം. ഇവിടെ ഉണ്ട്. ഫുഡാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ ഇങ്ങനത്തെ ചെറിയൊരു ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നാരങ്ങ ഉണ്ട്, കക്കേരിക്ക ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഐ തിങ്ക് സൂപ്പ് ആവാൻ സാധ്യത. അപ്പോൾ ഇത് വെട്ടി മുണുങ്ങല്ലേ, നമുക്ക് ഫുള്ള് കഴിച്ചിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. കാരണം നല്ല പൈക്കുന്നുണ്ട്, നല്ല വിശപ്പിലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ ഷാർജ ഷറഫ് DJ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്ന് ക്രീക്കിലേക്ക് പോകണം. ക്രീക്ക് പറയുന്നത് ഒരു ഫോട്ടോ സെക്ഷനാണ്. അതായത് എത്ര ഞാൻ വീഡിയോ കണ്ടിട്ടില്ല കറക്റ്റ്. ഈ ദുബായിൽ എന്തൊക്കെയാണ് കാണാനുള്ളത് നോക്കിയപ്പം അതിൻ്റെ ഇതൊന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് മെട്രോയിലായതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണുള്ളത് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ്. കണ്ടില്ലേ, കാലിയാണല്ലോ, ട്രെയിൻ പോയി തോന്നുന്നു. ഞാൻ നേരത്തെ ഒരാളെ പരിചയപ്പെട്ടിരുന്നു, ഒരു വുമൺ. ആൾ ഒരു കമ്പനി പുതിയതായിട്ട് ഓൺ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഗ്രാഫിക് ഡിസൈനർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ്, ഞാനൊരു ഗ്രാഫിക് ഡിസൈനറല്ലേ, അപ്പോൾ നമുക്കൊന്ന് പോയി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് നോക്കണം. ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, ഞാൻ റിപ്ലൈ കൊടുക്കണം. ഇതാണ് ഗ്രാൻഡ് ഹയാട്ട്. ഒരു മനുഷ്യനും ഇല്ല, പൊക്ക കാലിയായി.
ഇതാണ് ഫെസ്റ്റിവൽ സിറ്റി എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ജെറ്റ് സ്കീയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ സ്റ്റേഷൻ ഭയങ്കര കാലിയാട്ടോ, ഗ്രീക്ക് സ്റ്റേഷനാണ്. ഇത് ഫുൾ കാലിയാണ്, ഒരു മനുഷ്യന്മാരും ഇല്ല, ഒന്നുമില്ല. ഇവിടെ നിന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതാണ് ഫെസ്റ്റിവൽ സിറ്റി. അവിടെ അതിൻ്റെ ആ റോഡ് കണ്ടില്ല, അടിപൊളിയാക്കി സെറ്റാക്കി കൊടുത്തിട്ട്. നിരത്തി വണ്ടി ഇങ്ങനെ 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 പോവന്നെ. ഇത്രങ്ങാനും പാലും റോഡും അല്ലേ. സ്ഥലം വരെയുള്ളൂ മെട്രോ ഉള്ളത്. മെട്രോ പിന്നെ ഇനി അങ്ങോട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പുറത്ത് ആ പാലം പണിഞ്ഞുണ്ടാക്കുകയാണ്. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. തോനെ ഫെറി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. യുഎഇൻ്റെ പതാക ഇങ്ങനെ ചിറക് വിരിച്ചിങ്ങനെ വിരിയണ്ട. എനിക്ക് തോന്നുന്നത് എന്ത് മ്യൂസിയം ആവാനാണ് സാധ്യത. ആ ഒരു സ്ത്രീ പറഞ്ഞതിനോട് ഇത് ഫെസ്റ്റിവൽ സിറ്റിയാണെന്ന്. കണ്ടിട്ടൊരു മ്യൂസിയം പോലൊക്കെ ഉണ്ട്. നേരെ ഫുള്ള് സോളാറാ. നമ്മൾ വന്ന ട്രെയിൻ പോയി. മെട്രോയിൽ കാലിയായിട്ട് ഇങ്ങനെ കയറി ഫുൾ സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നത്, കാണാനും പറ്റുന്നത്. ഒരു മനുഷ്യന്മാരും ഇല്ല. എന്ത് സുഖല്ലേ. ആ ഭാഗത്ത് ഫുള്ള് ലേഡീസിൻ്റെ ഭാഗമാണ്. മുന്നിലുള്ളത് അവിടെ ആ ഭാഗത്തുള്ളത് ഗോൾഡാണ്. ഗോൾഡിൻ്റെ ആൾക്കാർക്ക് മാത്രമേ കയറാൻ പറ്റൂ. ക്രീക്കിലേക്ക് എന്തുകൊണ്ടാണ് പോവാത്തതെന്നല്ലേ, അത് ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം നല്ല പൈസ വേണം. എൻ്റെ അടുത്ത് കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പം ആ ബോട്ടിന് പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. നമുക്ക് നാളെ മറ്റന്നാളെ എൻ്റെ കസിനെ കൂട്ടിയാണ്ട് ഇൻഷാ അല്ലാഹ് ബോട്ടിലേക്ക് കയറാൻ നോക്കണം. എന്നാലേ എനിക്ക് കഴിയുള്ളൂ. ഓളയിലെ ക്യാഷ് ഉള്ളൂ. എൻ്റെ ക്യാഷ് കുറവാണ്. എൻ്റെ ബാഗിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. എനിക്ക് അടുത്ത കൺട്രിയിലേക്ക് പോകാനുള്ള ക്യാഷ് അവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു ചെറിയൊരു എക്സൈറ്റിംഗ് വീഡിയോ ആണ്. എമിറേറ്റ്സിൻ്റെ ടെർമിനൽ 1, 3 എന്ന ഈ ഒരു ഭാഗം മൊത്തം കവർ ചെയ്യാം. നമുക്ക് ആ എയർപോർട്ട് മൊത്തം കാണണം. ഞാൻ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല എയർപോർട്ടൊന്നും. മെട്രോയിൽ കയറിയിട്ട് ഫുള്ളായിട്ട് ആ എയർപോർട്ട് കാണണം. അതുപോലെ തന്നെ ട്രാമിൽ കയറണം എന്നുണ്ട്. അത് നാളെ ഒരിക്കലാവാം. ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഫുള്ള് കവർ ചെയ്യാം. ഓക്കെ.